ഇന്ന് നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചിട്ട് ഒരു പീക്കോക്ക് അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ആദ്യം ഒരു ബേസ് കോട്ട് അടിച്ചെടുക്കുകയാണ്. പെയിൻ്റ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രഷിന് പകരം സ്പോഞ്ചാണ് എടുത്തത്. സ്പോഞ്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടും. അങ്ങനെ ഫസ്റ്റ് ബേസ് കോട്ട് അടിച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ബോഡി പാർട്സ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അങ്ങനെ ഞാനിതാ സെക്കൻഡ് കോട്ടും കൂടി ഇവിടെ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഈ ഒരു ബോട്ടിലിന്റെ ടോപ്പ് പോർഷനിലായിട്ടാണ് ഈ ഒരു ബോഡി ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. കൂടെ തന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിന്റെ ചിറകും കൂടി ഇതിന്റെ മുകളിലേക്ക് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പീകോക്കിന്റെ ബോഡി ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിസ്തന്റെ ഷെൽസ് എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇതിന്റെ ഫെദർ പോലെ വെച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ പിസ്ത ഷെൽസ് ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ബോഡീന്റെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഒട്ടിച്ചെടുക്കുന്നത്. ക്യാമറൻ്റെ മുന്നിൽ നിന്ന് പെട്ടെന്ന് കുറേ ഒട്ടിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ടാണ് ബാക്കിയുള്ളത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഒരു പേർഷ്യൻ ബ്ലൂ കളർ എടുത്തിട്ട് ഇതിനെ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പെയിന്റ് അടിച്ച് വന്നപ്പം ചിറകിന് വേറെ വെറൈറ്റി കളർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം പകുതി വെച്ചിട്ട് തന്നെ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ലൈറ്റ് ഗ്രീൻ പെയിന്റ് നമുക്കിതാ ഇതുപോലെ പിസ്ത ഷെൽസിന് ഓരോന്നോരോന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പെയിന്റ് അടിച്ചിട്ട് പകുതി എത്തിയിട്ടുണ്ട്. ഇതുപോലെ മെല്ലെ മെല്ലെ ഓരോന്നിലുമായിട്ടാണ് ഞാനിവിടെ പെയിന്റ് അടിച്ചെടുക്കുന്നത്. ഇനി നമ്മളെ ചിറകിനെ പെയിന്റ് അടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനും കൂടി നമ്മൾ ബോഡിക്ക് കൊടുത്ത പെയിന്റ് ആണ് കൊടുത്തെടുക്കുന്നത്. അങ്ങനെ കുറച്ച് മിനുക്ക് പണികളും കൂടി ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പീകോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.